ഹലോ ഫ്രണ്ട്സ്, തേങ്ങ അരച്ച് വെച്ച നല്ല അടിപൊളി നാടൻ ചിക്കൻ കറിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യമായി വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആവശ്യ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. തക്കാളി 6 ചെറുതായി വെട്ടിയത്, വലിയുള്ളി 2 ചെറുതായി വെട്ടിയത്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് 3 രണ്ടായി കീറിയത്, വെളുത്തുള്ളി 7 രണ്ടായി കീറിയത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് തേങ്ങ, കറിവേപ്പില, 1 ടീസ്പൂൺ ചെറിയ ജീരകം. ഒരു ഫ്രൈ പാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം കറിവേപ്പില, ചെറിയ ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ചെറിയ തോതിൽ വാടിയതിനു ശേഷം ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ അതിന് ശേഷം ഇളക്കി നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. തേങ്ങയുടെ കളർ ഇതുപോലെ ഒന്ന് മാറിയതിന് ശേഷം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. വറുത്തെടുത്ത തേങ്ങ മിക്സിയിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് അരച്ചെടുക്കുക. തേങ്ങ അരച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള മസാലകൾ റെഡിയാക്കാം. ആദ്യമായി ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് വാടിയതിനു ശേഷം ഇതിലേക്ക് ചെറുതായി വെട്ടിവെച്ച വലിയുള്ളി ചേർത്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഉള്ളി ഒന്ന് ചെറുതായി വാടി വരുന്നതിനായി 5 മിനിറ്റ് നേരം അടച്ചു വെക്കാം. 5-6 മിനിറ്റിന് ശേഷം നമ്മുടെ ഉള്ളി നല്ലതുപോലെ ഒന്ന് വാടി വന്നിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി വെട്ടിവെച്ച തക്കാളി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം തക്കാളിയും ഉള്ളിയുമായി നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. തക്കാളി വേകുന്നതിനായി ഒരു 5 മിനിറ്റ് നേരം കൂടി നമുക്കൊന്ന് അടച്ചു വെക്കാം. തക്കാളി ഒരു മീഡിയം വേവ് അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മുടെ മസാല ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം കഴുകി വെച്ച ചിക്കൻ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് ഗ്രേവിയുമായി നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ആവശ്യമായ വെള്ളം ഒഴിച്ചതിന് ശേഷം ചിക്കൻ കറി കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്നതിന് ശേഷം ചിക്കൻ കറി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. 3/4 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വെന്ത് വന്നിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക.
അരച്ചു വെച്ച തേങ്ങ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ആവശ്യത്തിന് ചപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ തേങ്ങ അരച്ച് വെച്ച നാടൻ ചിക്കൻ കറി തയ്യാറായിരിക്കുകയാണ്. ചിക്കൻ കറി പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.